സ്വാഗതം വിദ്യാർത്ഥികളെ. SMAW പ്രക്രിയ ഉപയോഗിച്ച് ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിന്റെ മുകളിൽ ഹോറിസോണ്ടൽ പൊസിഷനിൽ ലാബ് ജോയിന്റ് എങ്ങനെ ചെയ്യാമെന്ന് ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കും. ഈ വിഷയത്തിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ടാക്ക് വെൽഡും വെൽഡിംഗ് പ്രക്രിയയും ചെയ്യാൻ ശരിയായ ഇലക്ട്രോഡ് തിരഞ്ഞെടുക്കുക. ലാബ് ജോയിന്റിൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ പ്ലേറ്റുകൾ തയ്യാറാക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക. ടാക്ക് വെൽഡ് SMAW ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിൽ ലാബ് ജോയിന്റ് വെൽഡ് ചെയ്യുക. കുഴപ്പങ്ങൾ കണ്ടെത്താൻ വെൽഡ്മെന്റ്സ് പരിശോധിക്കുക. ഇപ്പോൾ SMAW പ്രക്രിയ ഉപയോഗിച്ച് ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിന്റെ മുകളിൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ ലാബ് ജോയിന്റ് ചെയ്യാൻ ഏതൊക്കെ ഉപകരണങ്ങൾ ആവശ്യമായി വരുമെന്ന് നമുക്കിപ്പോൾ നോക്കാം. സ്റ്റീൽ റോൾ, സ്ക്രൈബർ, ബ്രിക്ക് പഞ്ച്, ബോൾ പിൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, ഇലക്ട്രോഡ് കേബിളും എർത്ത് കേബിളും, ഇലക്ട്രോഡ് ഹോൾഡർ, ഇലക്ട്രോഡ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റുകൾ, SMAW വെൽഡിംഗ് പ്ലാന്റ് മെഷീൻ, സി ക്ലാമ്പ്. നമുക്കിപ്പോൾ SMAW പ്രക്രിയ ഉപയോഗിച്ച് ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിന്റെ മുകളിൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ ലാബ് ജോയിന്റ് ചെയ്യാനുള്ള പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10 mm കട്ടിയും 150 mm നീളവും 50 mm വീതിയുമുള്ള 2 MS പ്ലേറ്റ് മുറിച്ചെടുക്കുക. പ്ലേറ്റ് വൃത്തിയാക്കുകയും അതിനോടൊപ്പം അതിലുള്ള ബറുകൾ നീക്കം ചെയ്യുകയും ചെയ്യുക. പ്ലേറ്റിനെ സ്ക്വയർ എഡ്ജായി രാകുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് സ്ക്വയർ ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. പ്ലേറ്റുകളെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായി ഹൊറിസോണ്ടൽ പൊസിഷനിൽ ലാപ്പ് രൂപത്തിൽ ക്രമീകരിക്കുക. ബോട്ടം പ്ലേറ്റ് ഗ്രൗണ്ടിനോട് പാരലായി വയ്ക്കുക. മറ്റേ പ്ലേറ്റ് അതിൻ്റെ മുകളിൽ വയ്ക്കുക. സങ്കോചം മൂലം ലോഹത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ടാക്ക് വെൽഡ് ചെയ്ത പ്ലേറ്റിൻ്റെ പിൻഭാഗത്തെ ജോയിൻറ്റിൻ്റെ ആംഗിൾ 90 ഡിഗ്രിക്ക് പകരം അതിൻ്റെ പൊസിഷൻ ചെറുതായി ചരിച്ച് 87 ഡിഗ്രിയായി ഉറപ്പിക്കുക. പ്ലേറ്റുകളെ ഹൊറിസോണ്ടൽ പൊസിഷനിൽ ടാക്ക് വെൽഡ് ചെയ്യുക. ഇലക്ട്രോഡുകളെ ഓരോ റണ്ണിനു വേണ്ടിയും എപ്പോഴും തയ്യാറാക്കി നിർത്തുക. റൂട്ട് റണ്ണിനു വേണ്ടി 3.15 mm ഇലക്ട്രോഡും 120 ആംപിയർ കറണ്ടും ഉപയോഗിക്കുക. രണ്ടാമത്തെയും മൂന്നാമത്തെയും റണ്ണിന് 4 mm ഇലക്ട്രോഡും 160 ആംപിയർ കറണ്ടും ഉപയോഗിക്കുക. പ്രീ വെൽഡിങ്ങിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിന് മുകളിൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ ലാബ് ജോയിന്റ് എങ്ങനെ SMAW പ്രക്രിയ ഉപയോഗിച്ച് വെൽഡിംഗ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. 3.15 mm ഡയ ഇലക്ട്രോഡിനൊപ്പം 110 ആംസ് വെൽഡിംഗ് കറണ്ട് ഉപയോഗിച്ച് റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ലൈൻ ഓഫ് വെൽഡിലേക്ക് 70 മുതൽ 80 ഡിഗ്രി വരെയും വെർട്ടിക്കൽ പ്ലേറ്റ് ഇലക്ട്രോഡ് എന്നിവയിലേക്ക് 40 മുതൽ 50 ഡിഗ്രി വരെയും ഇലക്ട്രോഡ് ആംഗിൾ നിലനിർത്തുക. നേരായ രീതിയിൽ റൂട്ട് റണ്ണിനെ ഡെപ്പോസിറ്റ് ചെയ്യുകയും വീവിംഗ് മൂവ്മെൻറ്റ്സ് ഒഴിവാക്കുകയും ചെയ്യുക. ഡീസ്ലാഗ് ചെയ്യുകയും റൂട്ട് ബീഡ് നന്നായി വൃത്തിയാക്കുകയും ചെയ്യുക. ഫോർ mm ഇലക്ട്രോഡും 160 ആംപിയർ വെൽഡിംഗ് കറണ്ടും ഉപയോഗിച്ച് സെക്കൻഡ് റൺ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോഡിൻ്റെ ബോട്ടം പ്ലേറ്റിൻ്റെ ആംഗിൾ 55 ഡിഗ്രി തൊട്ട് 65 ഡിഗ്രി വരെയും വെർട്ടിക്കൽ പ്ലേറ്റിൻ്റെ ആംഗിൾ 25 ഡിഗ്രി മുതൽ 35 ഡിഗ്രി വരെയും ലൈൻ ഓഫ് വെൽഡിൻ്റെ ആംഗിൾ 70 ഡിഗ്രി മുതൽ 80 ഡിഗ്രി വരെ ആയിരിക്കണം. സ്ട്രിങ്ങർ ബീഡിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡും തേർഡ് റണ്ണും ഡെപ്പോസിറ്റ് ചെയ്യുക. സെക്കൻഡ് റൺ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ റൂട്ട് റണ്ണിനെയും ബോട്ടം പ്ലേറ്റിനെയും ഭാഗികമായി കവർ ചെയ്യണം. ഷോർട്ട് ആർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോഡിന് സ്ഥിരതയുള്ള ചലനം കൊടുക്കുക. ഷോർട്ട് ആർക്ക് എന്ന് പറയുമ്പോൾ ഇലക്ട്രോഡും ബേസ് മെറ്റലും തമ്മിലുള്ള ദൂരവ്യത്യാസത്തെയാണ് കുറിക്കുന്നത്. ഇലക്ട്രോഡിൻ്റെ വ്യാസത്തേക്കാൾ കുറവായിരിക്കണം ദൂരം. ഡീസ്ലാഗ് ചെയ്ത് വൃത്തിയാക്കുക.
4 mm ഡയ ഇലക്ട്രോഡിനോട് 160 ആംപിയർ വെൽഡിംഗ് വൈദ്യുതി ഉപയോഗിച്ച് മൂന്നാമത്തെയും ഫൈനൽ റണ്ണും ഡെപ്പോസിറ്റ് ചെയ്യുക. 2 പ്ലേറ്റുകളിലുള്ള ഇലക്ട്രോഡിൻ്റെ ആംഗിൾ ലൈൻ ഓഫ് വെൽഡിൻ്റെ 70 ഡിഗ്രി മുതൽ 80 ഡിഗ്രിയും 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രിയും ആയിരിക്കും. തേർഡ് റൺ പ്രവർത്തനം തുടങ്ങുമ്പോൾ അത് ഭാഗികമായി റൂട്ട് റൺ, സെക്കൻഡ് റൺ, വെർട്ടിക്കൽ പ്ലേറ്റ് എന്നിവയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡെപ്പോസിറ്റ് ആയിരിക്കണം. ആവശ്യമായ ത്രോട്ട് തിക്നെസ് നിലനിർത്താൻ തേർഡ് റണ്ണിൻ്റെ ബോട്ടം ടോൺ ലൈനിൽ വിടവുണ്ടാക്കരുത്. ക്രാറ്റർ നികത്താനും ബീഡ് വൃത്തിയാക്കാനും ഉറപ്പുവരുത്തുക. ലാപ്പ് ജോയിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ പിൻപറ്റേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളെക്കുറിച്ച് നോക്കാം. ഇലക്ട്രോഡിൻ്റെ പ്രോപ്പർ ആംഗിളും ട്രാവൽ സ്പീഡും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓവർ ഡെപ്പോസിഷനും വശങ്ങളിൽ അണ്ടർകട്ടും ഒഴിവാക്കുക. ജോയിൻറ്റിൻ്റെ മധ്യഭാഗത്ത് ഇലക്ട്രോഡിനെ പിടിച്ചുകൊണ്ട് ഇടത്തോട്ടുള്ള ഡയറക്ഷനിൽ തിരിയുക. എന്നിട്ട് ശരിയായ ടെക്നിക്ക് ഉപയോഗിച്ച് പ്ലേറ്റിൻ്റെ അടിഭാഗത്തെ അമിതമായ മെറ്റൽ ഡെപ്പോസിഷൻ ഒഴിവാക്കുക. എപ്പോഴും സുരക്ഷാ വസ്ത്രം ധരിക്കുക. ചൂടുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ ടോങ്സ് ഉപയോഗിക്കുക. പ്ലേറ്റിൻ്റെ മുകളിലത്തെ അറ്റം ഉരുകുന്നത് തടയുക. പരിശോധനാ പ്രക്രിയയിലൂടെ കണ്ടെത്താനാകുന്ന ഡിഫക്റ്റുകളെക്കുറിച്ച് നമുക്കിപ്പോൾ നോക്കാം. സോളിഡ് ഇൻക്ലൂഷൻ. ഓവർ ഡെപ്പോസിഷൻ. അണ്ടർകട്ട്. പെനട്രേഷൻ്റെ കുറവ്. റീക്യാപ്പ്. ഈ വിഷയത്തിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചത് ശരിയായ ഇലക്ട്രോഡ് തിരഞ്ഞെടുക്കുക, ലാബ് ജോയിന്റ് ഹോറിസോണ്ടൽ പൊസിഷനിൽ പ്ലേറ്റ് ക്രമീകരിക്കുക, എന്നിട്ട് ടാക്ക് വെൽഡ് ചെയ്യുക, ലാബ് വെൽഡിംഗ് നടത്തുക. എന്തെങ്കിലും സർഫേസ് ഡിഫക്ട്സ് ഉണ്ടോ എന്ന് അറിയാൻ വെൽമെറ്റ്സ് പരിശോധിക്കുക.